കഴിഞ്ഞ ദിവസം CNN ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. US-നെ ഞെട്ടിപ്പിക്കുന്ന ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയെന്നായിരുന്നു ആ റിപ്പോർട്ട്. പിന്നാലെ US വൈസ് പ്രസിഡന്റ് JD വാൻസ് പ്രസിഡന്റ് ട്രംപിനെ വിവരം ധരിപ്പിച്ചു. ട്രംപിൻ്റെ നിർദ്ദേശപ്രകാരം വാൻസ് പ്രധാനമന്ത്രി മോദിയുമായി ബന്ധപ്പെട്ടു. അതിനൊപ്പം പാകിസ്ഥാനുമായി നിരന്തരം ആശയവിനിമയം നടത്തി. തുടർന്നാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തലിൽ എത്തിയതെന്നായിരുന്നു CNN-ൻ്റെ റിപ്പോർട്ട്. ഇന്ത്യ പാക് വെടിനിർത്തലിൽ വീണ്ടും അവകാശവാദങ്ങളുമായി തിങ്കളാഴ്ചയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തി. വെടിനിർത്തലിൽ പ്രധാന പങ്കുവഹിച്ചത് താനാണെന്ന അവകാശവാദം ട്രംപ് ആവർത്തിച്ചു. തൻ്റെ നയതന്ത്ര സമീപനം ഒരു ആണവ യുദ്ധം ഒഴിവാക്കിയെന്നാണ് ട്രംപ് അവകാശപ്പെട്ടത്. വ്യാപാര സമ്മർദ്ദത്തിലൂടെയാണ് വെടിനിർത്തലിലേക്ക് നയിച്ചതെന്നും ട്രംപ് പറയുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നൊരു ചരിത്ര സംഭവങ്ങളെക്കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. ശനിയാഴ്ച എൻ്റെ സർക്കാർ പൂർണ്ണവും ഉടമ്പടിയുള്ളതുമായൊരു വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ചു. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഒരു സ്ഥിരമായ വെടിനിർത്തൽ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഇത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള അപകടകരമായ സംഘർഷം അവസാനിപ്പിക്കും, ട്രംപ് വ്യക്തമാക്കി. ഞങ്ങളൊരു ആണവ സംഘർഷം അവസാനിപ്പിച്ചു. അതൊരു മോശം ആണവ യുദ്ധമാകുമായിരുന്നു. ദശലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുമായിരുന്നെന്ന് ഞാൻ കരുതുന്നു. അതിനാൽ എനിക്ക് അതിൽ വളരെ അഭിമാനമുണ്ട്, വൈറ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകരോട് ട്രംപ് പറഞ്ഞു. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കിർന കുന്നുകൾ ഏറെ തന്ത്രപ്രധാനമാണ്. ഇവിടെയാണ് പാകിസ്ഥാൻ്റെ ആണവായുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നതെന്നാണ് വിവരം. ഇവിടെ ആക്രമിക്കാൻ ഇന്ത്യ ശ്രമിച്ചെന്നും അത് മനസ്സിലാക്കിയ US അടിയന്തരമായി ഇടപെട്ട് ഇന്ത്യ പാക് വെടിനിർത്തൽ നടപ്പിലാക്കിയെന്നുമാണ് പരക്കുന്ന അഭ്യൂഹം. ഓപ്പറേഷൻ സിന്ദൂർ ആക്രമണത്തിൽ ഇന്ത്യ കിരാന കുന്നുകളും ലക്ഷ്യമിട്ടിട്ടുണ്ടാകുമെന്ന അഭ്യൂഹമാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ സർഗോദ ജില്ലയിലാണ് കിരാന കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത്. കിരാന കുന്നുകൾ ആക്രമിക്കുന്ന ദൃശ്യങ്ങളെന്ന് അവകാശപ്പെടുന്ന ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. എന്നാൽ ഇന്ത്യ കിരാന കുന്നുകൾ ലക്ഷ്യമിട്ടിട്ടില്ല എന്നാണ് എയർ ഓപ്പറേഷൻ ഡയറക്ടർ ജനറൽ എയർ മാർഷൽ AK ഭാരതി തിങ്കളാഴ്ച പറഞ്ഞത്. കിരാന കുന്നുകളിലെ ആണവ കേന്ദ്രം ലക്ഷ്യമിട്ടിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തിങ്കളാഴ്ച പത്രസമ്മേളനത്തിനിടെ ഒരു ചോദ്യത്തിന് മറുപടിയായി ഭാരതി പറഞ്ഞു, കിരാന ഹിൽസിൽ ഒരു ആണവ ഇൻസ്റ്റലേഷൻ ഉണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞതിന് നന്ദി. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. കിരാന ഹിൽസ് ഞങ്ങൾ ആക്രമിച്ചിട്ടില്ല. കിരാന കുന്നുകൾ വിശാലമായ ഒരു പാറക്കെട്ടുകളുള്ള പർവ്വതനിരയാണ്. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു പ്രദേശമാണിത്. തവിട്ട് നിറത്തിലുള്ള ഭൂപ്രകൃതി കാരണം പ്രാദേശികമായി കറുത്ത പർവ്വതനിരകൾ എന്ന് വിളിക്കുന്നു. ഇത് റബ്വ ടൗൺഷിപ്പിനും സർഗോസ നഗരത്തിനും ഇടയിലാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഭീകര ക്യാമ്പുകളെയാണ് ഇന്ത്യ പ്രധാനമായും ലക്ഷ്യം വെച്ചത്. സൈനിക സിവിലിയൻ മേഖലകളിൽ നിന്ന് സൈന്യം അകലം പാലിച്ചു. ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാനിനുള്ളിലെ 11 സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചു. റഫീഖി, മുരിദ്, നൂർഖാൻ, റഹീം യാർ ഖാൻ, സുക്കൂർ, ചുനിയാൻ, പാസ്രൂർ, സിയാൻകോട്ട് എന്നിവിടങ്ങളിലെ നിർണായക വ്യോമതാവളങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇന്ത്യയുടെ ആക്രമണം. പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ആസ്ഥാനമായ റാവൽപിണ്ടിക്ക് സമീപമുള്ള നൂർഖാൻ സൈനിക താവളത്തിന് നേരെയുള്ള ആക്രമണം ഏറ്റവും പ്രധാനമായിരുന്നു. റാവൽപിണ്ടിക്കടുത്തുള്ള ചക്ലാലയിലുള്ള നൂർഖാൻ വ്യോമതാവളത്തിന് നേരെയുള്ള ആക്രമണം തന്ത്രപരമായി വലിയ പ്രാധാന്യമുള്ളതുമായിരുന്നു. പാകിസ്ഥാൻ്റെ ആണവായുധങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്ന സ്ട്രാറ്റജിക് പ്ലാൻസ് ഡിവിഷൻ്റെ ആസ്ഥാനത്തിന് വളരെ അടുത്താണ് നൂർഖാൻ സ്ഥിതി ചെയ്യുന്നത്. നൂർഖാൻ ആക്രമിക്കപ്പെട്ടത് പാകിസ്ഥാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടും ഇന്ത്യക്ക് ആക്രമണം നടത്താൻ കഴിയുമെന്നൊരു മുന്നറിയിപ്പായിരുന്നു. പാകിസ്ഥാൻ്റെ ആണവ പദ്ധതിയെക്കുറിച്ച് അറിയാവുന്ന ഒരു മുൻ US ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഈ വിവരമാണോ പാകിസ്ഥാനെ അടിയന്തരമായി വെടിനിർത്തലിലേക്ക് നീങ്ങാൻ പ്രേരിപ്പിച്ചത്?